ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് ഒരു റേസിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിറ്റിയിലെ ഒരു എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, ബീച്ചിൻ്റെ ലൈറ്റ് ഹൗസിലാണ് ഗൈസ്. ലൈറ്റ് ഹൗസിലാണ് നമ്മുടെ അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ തന്നിരിക്കുന്നത്. ഈ വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഞാൻ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ വാൽക്കേറ. ഇത് നമ്മൾ റേസിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഗൈസ്. വണ്ടിയുടെ പവർ നിങ്ങൾ കാണണം. എന്താണ് ഒറ്റയടിക്ക് 300 കയറി ഗൈസ്. അത്രയ്ക്ക് പവറാണ് വണ്ടിക്ക്. വണ്ടിയുടെ ഫുൾ പവർ എന്ന് പറയുന്നത് 400 എത്ര ആണ് ഗൈസ്. നമുക്കപ്പം ഇന്നത്തെ ലൊക്കേഷനിലോട്ട് പോവാം. നമ്മൾ വണ്ടി ഫുള്ളി ബ്ലൂ അടിച്ച് ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി ഡ്രിഫ്റ്റിലൊക്കെ അടിപൊളിയാണ്. നമ്മൾ പടച്ചു വിട്ട വണ്ടി അങ്ങനെ പോകും ഗൈസ്. നമുക്കപ്പോൾ ഇന്നത്തെ ലൊക്കേഷനിലോട്ട് പോവാം. ഡ്രിഫ്റ്റ് മോഡ് ഓഫ്. ഓക്കെ, ക്യാമറ ഓക്കെ, ലൊക്കേഷൻ റിവേഴ്സ് യു ടേൺ ആൻഡ് ഗോ. നമുക്ക് ഇവിടെ നിന്നങ്ങാണ്ട് ശരിയായ റൂട്ട് തെറ്റിച്ച് പൊട്ടൻ. റൂട്ട് ഗൈസ്. റേസിന് നമ്മൾ രീതിയിലല്ല പോകാൻ പോകുന്നത്. വണ്ടി ഇടിച്ച എൻ്റെ വണ്ടി റിപ്പയർ ചെയ്തേക്കാം. ഈ വണ്ടി വെച്ചാണ് ഗൈസ് നമ്മൾ റേസിങ് നടത്തുന്നത്. നമ്മൾ റേസിന് വേണ്ടിയിട്ട് രാത്രിയായോ, റേസ് രാത്രിയായിരിക്കും ഗൈസ്. അപ്പം രാത്രിയായാലും പകലായാലും സീനില്ല. നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴി ഇതാണെന്ന് തോന്നുന്നു. ഇതായിരിക്കണം. ഓ ഗൈസ്, വണ്ടി ഫുള്ളി കാർബൺ ഫൈബർ ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാണിക്കുവാണ് ഗൈസ്. കാണിക്കാനാണ് ഫുള്ള് കാർബൺ ഫൈബർ. ഞാൻ തന്നെ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് എങ്ങാണ്ടാ കയറി ഇങ്ങനെ ഇൻറ്റീരിയർ വ്യൂ ഇട്ടിരിക്കുന്നത്. അയ്യോ, ഇപ്പോൾ കാട്ടിപ്പോയനെ വണ്ടി. ഈ വഴിയിലേക്ക് നേരെ കയറിയ പോരെ. ഈ മറ്റേ വഴി എന്നാലേ ഇത് ഇൻറ്റീരിയർ വ്യൂവിൽ കയറൽ നടക്കൂല. ഇടിച്ചു. ഇൻറ്റീരിയർ വ്യൂവിൽ കയറിയിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെയോ പോയി. അതുകൊണ്ട് ഇൻറ്റീരിയർ വ്യൂ എനിക്ക് ചേരത്തില്ല. നമ്മൾ എക്സ്റ്റീരിയർ വ്യൂ ഇട്ടിട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് ഈ വ്യൂ ആണ്. വണ്ടി കൺട്രോൾ ചെയ്തിട്ട് പാടാണ് ഗൈസ്. കൈ നിൽക്കത്തില്ല ഇവൻ. അതുകൊണ്ട് ഗൈസ് കൈ നിൽക്കാൻ ഇച്ചിരി ഒരച്ച് പൊട്ടിച്ച വണ്ടി. കൈ നിൽക്കാൻ ഇച്ചിരി പാടാ. അയ്യോ, താണ്ട പറന്നു പോയി. എങ്ങോട്ട് പോയതാ ഇവൻ? ഭാഗ്യം. ഇതേത് റൂട്ടാ? അങ്ങോട്ടല്ലേ പോണ്ടേ? അപ്പം നമുക്ക് ഗൈസ് ആണെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ ആണ് ഗൈസ്. നമുക്ക് ഇതിലേ പോവാം. ആ റൂട്ട് പിടിക്കാം. അപ്പം വണ്ടി നമുക്ക് റിവേഴ്സിൽ കയറ്റാം. വണ്ടി ഡ്രിഫ്റ്റ്. വണ്ടിയും വണ്ടിയുടെ ഒരു ഡ്രിഫ്റ്റ്. അതാണ് അടുത്തത്, റിവേഴ്സിൽ ഡ്രിഫ്റ്റ്. നമ്മളെത്തി. നമ്മളെങ്ങനെയൊക്കെയോ മണ്ടയ്ക്ക് എത്തി. ഇതല്ല ലൊക്കേഷൻ, ഇതല്ല. പക്ഷെ ഈ ഗൈസ് റേസിംഗ് കാർ മലയിലൊക്കെ ഇടിച്ചു കയറുന്നത്. പക്ഷെ കല്ലിലൊക്കെ. നമ്മുടെ ലൊക്കേഷൻ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കാണ് ഗൈസ്. ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊക്കെ ആയിരിക്കും ലൊക്കേഷൻ തരുമോ പൊട്ടന്മാർ. പക്ഷേ വണ്ടി ഇടിച്ചു. സൂക്ഷിച്ചൊക്കെ കയറണം. പറഞ്ഞില്ല അതിൻ്റെ മുമ്പേ വണ്ടി ഇടിച്ചു. ഈ പതുക്കെ 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 പതുക്കെ. ഒരു പടക്കുതിരയാണ് ഗൈസ്. ഗൈസ് നമ്മുടെ ചാനലിലപ്പം 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബ് കൂടെ മതി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഒരു ചെയ്യണം. ചെയ്താൽ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം ഒരു ഗീവ് അവേയോടെ നടത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗൈസ് വണ്ടിയുടെ കോലവേ കണ്ടില്ല. ഇവിടെ ആയിരുന്നല്ലോ ലൊക്കേഷൻ. ഇവിടെ ഇരുന്നുണ്ട്. കിട്ടിപ്പോയി ഗൈസ് ലൊക്കേഷൻ. നമ്മളപ്പോൾ വണ്ടി പാർക്ക് ചെയ്യട്ടെ. വണ്ടി പാർക്ക് ചെയ്യാൻ പൊട്ടിച്ച് നമ്മളപ്പോൾ റേസുമായിട്ട്. ഹലോ ഗൈസ്, നമ്മളപ്പം റേസിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെർച്ചിങ് ഫോർ പ്ലേയേഴ്സ് ആണ്. ഏതൊക്കെ വണ്ടി വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഗൈസ്. എന്തായാലും ഫസ്റ്റ് ഒന്നും കിട്ടത്തില്ല ഗൈസ്. നമ്മൾ അത്രയ്ക്ക് പ്രോ ഒന്നും അല്ല. ഒരു 50-ന് താഴോട്ട് പോകത്തില്ല, അതെനിക്ക് ഉറപ്പാ. പോയാൽ നമ്മൾ ഒരു റേസ് കൂടെ നടത്തും ഇന്ന് ഗൈസ്. നമ്മുടെ പൈസ തന്നിട്ടുണ്ട്. ലാഗാണല്ലോ ആദ്യമേ ഗൈസ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗൈസ്. നമ്മുടെ അതേ വണ്ടി തന്നെ ഒന്നുകൂടെ ഉണ്ട്. 5 വണ്ടികൾ തമ്മിലാന്ന് തോന്നുന്നു. അപ്പോൾ 5ാമത് വണ്ടി അങ്ങോട്ട്. ഇതൊക്കെ ഏത് വണ്ടികൾ ഗൈസ്? ഗൈസ് ലാഗ് അടിക്കുന്നതുകൊണ്ട് റൂട്ട് മനസ്സിലാവുന്നില്ല. ഗൈസ് തേട് മനക്കേട് പോയി പിടിക്കട്ട്. 5th പിടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സെക്കൻഡ് വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഫസ്റ്റ് പോയി, അതുറപ്പാ. ഇതേ വണ്ടി തന്നെ ഗൈസ് ഫസ്റ്റും പോയത്. അവനെ ഇനി പിടിക്കാൻ കിട്ടത്തില്ല. ഈ വണ്ടി തന്നെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ പോകുന്നത് ഗൈസ് അവൻ? ഇതുകൊണ്ട് ശ്രമിച്ച് നോക്കട്ടെ ഗൈസ്. പിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കാം. റൂട്ടിൽ കൂടെ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഏതെങ്കിലും കാട്ടിൽ കൂടെയൊക്കെ പോകും. ഉണ്ടേ വണ്ടി ഇടിച്ച് പറന്നൊക്കെയാണ് നടക്കുന്നത്. മറ്റവൻ ജയിച്ചു. അവൻ എപ്പോഴേ ജയിച്ച്.